നമസ്കാരം, ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ. നമ്മൾ ഈ അടുത്തിടെയായിട്ട് പത്രങ്ങളിലും മറ്റും വായിച്ചിട്ടുണ്ടാകും ഒരു കൗതുകരമായിട്ടുള്ള വാർത്ത. ഒരു ഡോക്ടറെ കോടതി ശിക്ഷിച്ചതായിട്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ മോപ്പ് ഉള്ളിലായി അതിന് നിരുത്തരവാദം എന്ന ആരോപണത്തോടെ ശിക്ഷിച്ചതായിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത്? എന്താണ് ഈ മോപ്പ് എന്ന് പറയുന്നത്? മോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ബ്ലഡ് വാർന്നു പോകാതെ തുടയ്ക്കുന്നതിനും അത് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവാതെ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തുണിയുടെ ഒരു കഷ്ണമാണ് മോപ്പ് എന്ന് പറയുന്നത്. മോപ്പ് കൂടാതെ പല ഉപകരണങ്ങളും ശസ്ത്രക്രിയ ഭാഗത്ത് നിക്ഷേപിക്കപ്പെട്ടു നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത് ഉദര ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകളാണ്. എന്തുകൊണ്ട് കൂടുതൽ ഉദര ശസ്ത്രക്രിയ അതിലിങ്ങനെ കൂടുതൽ കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉദരാശയം എന്ന് പറയുന്ന ഒരു വളരെയധികം സങ്കീർണവും കോണുകളും വശങ്ങളും സങ്കീർണമായ ഇടുക്കുകളും ഒക്കെയുള്ള ഒരു അറയാണ് ഉദരാശയം എന്ന് പറയുന്നത്. ആ ശസ്ത്രക്രിയയുടെ ഇടയ്ക്ക് നമ്മൾ സാധാരണ ഗതിയിലും അല്ലെങ്കിലും ഇതേപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ചില ഘട്ടങ്ങളിൽ അത് ഉള്ളിലായി വെച്ച് മറക്കാറുണ്ട്. അത് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ലക്ഷക്കണക്കിന് ശസ്ത്രക്രിയകൾ നമ്മുടെ നാട്ടിലും പുറത്തും ഒരു ദിവസം തന്നെ നടക്കുന്നുണ്ട്. അപൂർവം ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ആ അവസ്ഥ കേസിലും വഴക്കിലേക്കൊക്കെ നീങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും അതുണ്ടാകാറില്ല. പക്ഷെ എന്തുകൊണ്ടത് ഉണ്ടാകുന്നു, എങ്ങനെ അത് കുറയ്ക്കാം? ഉണ്ടാകുന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഉദരാശയ ഭിത്തിക്ക് ഉള്ളിലുള്ള അവയവങ്ങൾ അതിൻ്റെ സങ്കീർണത കൊണ്ട് പല മുടുക്കുകളും കോണുകളും കുറേ അധികം കാണാൻ പറ്റാത്ത ഏരിയകളും ഒക്കെ ഉണ്ട്. അവിടേക്ക് ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ രക്തസ്രാവം ഉണ്ടാവുകയും അതിനെ നിർത്താൻ വേണ്ടിയിട്ട് ചില ഉപകരണങ്ങളോ അല്ലെങ്കിൽ മോപ്പോ ഉപയോഗിക്കുകയും ചെയ്യുകയും അത് പിന്നെ അവിടെ തന്നെ നിക്ഷേപിക്കപ്പെട്ടിട്ട് ഒരുപക്ഷെ പേഷ്യനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. അത് ഒരുപക്ഷെ മനഃപൂർവ്വമല്ല, ആരും അങ്ങനെ മനഃപൂർവ്വമായി ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവില്ല. അശ്രദ്ധയാണോ എന്ന് ചോദിച്ചാൽ, നമ്മളൊരു പല ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റും, എങ്ങനെ സേഫ് സർജറി ചെയ്യാൻ പറ്റും എന്നുള്ള പല ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻ WHO നിർദ്ദേശിക്കുന്ന ഒരു ഗൈഡ് ലൈനാണ്. ആ ഗൈഡ് ലൈനകത്ത് പറയുന്നത്, നമ്മൾ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്തും അതിൻ്റെ അവസാനിപ്പിക്കുന്ന സമയത്തും നമ്മുടെ ഉപകരണങ്ങളുടെയും ഈ മോപ്പ് ഉൾപ്പെടെയുള്ള നമ്മൾ എന്തൊക്കെയോ അതിനകത്ത് ഉപയോഗിച്ചോ, ചിലപ്പം ഒരു പഞ്ഞിയുടെ ഒരു ചെറിയ മഞ്ചാടിക്കുരിൻ്റെ വലിപ്പത്തിലുള്ളൊരു മുട്ട, നമ്മൾ പീനട്ട് എന്നാണ് പറയാറ്, വലിപ്പത്തിലുള്ളൊരു മുട്ടാകാം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതെ ഉള്ളിൽ നിക്ഷേപിക്കാതെ എങ്ങനെ അത് പുറത്തെടുക്കാം എന്നുള്ളതിനെ പറ്റി WHO തന്നെ ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അത് തുടങ്ങുന്ന സമയത്തും അവസാനിക്കുന്ന സമയത്തും അതിൻ്റെ സമയം ഉൾപ്പെടെ നമ്മൾ രേഖപ്പെടുത്തുകയും റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുകയും എന്തൊക്കെയാണ് നമ്മൾ ആ ട്രേയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ആ ട്രേയിൽ നിന്ന് ഏതൊക്കെയാണ് നമ്മൾ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് നമ്മൾ തുന്നാനായിട്ട് സൂചിയായാലും അതിൻ്റെ നൂലായാലും ഉപയോഗിച്ചിട്ടുള്ളത്, ഇതെല്ലാം രേഖപ്പെടുത്തുകയും ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഈ രേഖപ്പെടുത്തിയ സാധനങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടോ എന്ന് നിശ്ചിതപ്പെടുത്തേണ്ടതുമാണ്. അത് WHO നിർദ്ദേശിക്കുന്നത് 2 പേര് സീക്വൻഷ്യലായിട്ട് ചെയ്യണമെന്നാണ്. അതായത് ഒരാൾ ചെയ്തതിന് ശേഷം അടുത്ത ആൾ വീണ്ടും ചെയ്യണം. അത് കൂടുതലും സ്റ്റാഫ് നഴ്സസ് ആണ് അത് ചെയ്യാറ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 സ്റ്റാഫ് നഴ്സസ്, അപ്പോൾ അത് സ്റ്റാഫ് നഴ്സസ് ആണോ സീനിയർ സ്റ്റാഫ് നഴ്സ് ആണോ അവരുടെ പൊസിഷൻ എന്താണെന്ന് നിശ്ചയമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. എന്നിട്ട് ഈ രേഖപ്പെടുത്തിയതിന് ശേഷം ഇവർ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറിൻ്റെ ടീമിനോട് പറയണം, ഈ സാധനങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു, ഈ സൈനി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതും രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇത് രേഖപ്പെടുത്താത്ത ഒരു ശസ്ത്രക്രിയ ആണെന്നുണ്ടെങ്കിൽ മോറലായിട്ടും ലീഗലായിട്ടും ചെയ്യുന്ന ശസ്ത്രക്രിയാ വിദഗ്ധൻ റെസ്പോൺസിബിളാണ്. അതാണ് കോടതി വിധിയിലുള്ളത്. അത് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാദം സിസ്റ്റർ ആയിരുന്നു കൗണ്ട് ചെയ്യേണ്ടിരുന്നത്, സിസ്റ്റർ നോക്കിയില്ല, അതുകൊണ്ട് ആ വാദം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാദം ശരിയാകുമായിരുന്നു. അപ്പോൾ രേഖപ്പെടുത്താത്തിടത്തോളം കാലം ശസ്ത്രക്രിയ ചെയ്യുന്ന ശസ്ത്രക്രിയാ വിദഗ്ധനാണ് അത് മോറലി ആൻഡ് ലീഗലി റെസ്പോൺസിബിൾ. അതുകൊണ്ട് WHO നിർദ്ദേശിക്കുന്ന പ്രകാരം
ഈ മോപ്പ് കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് കൗണ്ട് നടത്തുകയും അത് 2 പേർ നിശ്ചയമായിട്ട് നടത്തുകയും അത് ചെയ്ത കൗണ്ടിന്റെ സമയവും പുറത്തെടുത്ത സമയവും കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. 2 ഡോക്ടർ മാത്രം അല്ല ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള ധാരണ പബ്ലിക്കിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ്, ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്.